ഗായ്സ്, ബ്രില്യൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെത്തിയിട്ടുള്ളത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. നിങ്ങൾ തമ്പനയിൽ കണ്ടില്ലേ ആ ഒരു ഭൂതം, ഹലോയിൻ ഗോസ്റ്റ്. ആ ഒരു ഗോസ്റ്റിനെ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം നേരെ വീഡിയോയിലേക്ക് ഇട്ടാലോ. നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലത്തെ 2 ചിരട്ടകളാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ചിരട്ടകളിലെ ഈ തൊപ്പൊക്കെ ഒന്ന് സാൻഡ് അടിച്ച് കളഞ്ഞെടുക്കാം. അങ്ങനെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ വീഡിയോയിൽ പിടിച്ച പോലെ ഒന്നിൻ്റെ മേലെ ഒന്ന് വെച്ചിട്ട്, ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്ന പോലെ നമുക്ക് ഫ്ലഷ് കുക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഗ്യാപ്പ് വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് പൊട്ടിയിട്ടാണ് ഒന്ന് ഫ്ലഷ് കുക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് അതുപോലെ ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതൊന്ന് സാൻഡ് അടിച്ചിട്ട് ഒന്ന് ലെവലാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ അത് നല്ല അടിപൊളിയായിട്ട് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്ന പോലെ കമ്പി കട്ട് ചെയ്യുന്ന ബ്ലേഡ് കൊണ്ട് നമുക്ക് ഇതുപോലൊരു ഡിസൈൻ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലത്തെ കുറച്ച് ഡിസൈനുകൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലായിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ആദ്യം ആ വലിയ 2 ഡിസൈനുകളാണ് എടുത്തിരിക്കുന്നത്. ഒരു ഡിസൈൻ നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് വെച്ച് ഒട്ടിച്ചു. അതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ അതും വെച്ച് ഒട്ടിച്ചു. ബാക്കിയുള്ള ഡിസൈനുകളൊക്കെ നമ്മൾ വെച്ച് ഒട്ടിച്ചിട്ട് അതിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഒന്ന് നമ്മൾ പൊട്ടിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ പൊടിയൊക്കെ ഇട്ട് ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും അതിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗത്ത് ഡിസൈന് കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതാണ് ഇപ്പോൾ ഞാൻ വീഡിയോയിൽ ചെയ്യുന്നത്. അങ്ങനെ നമ്മളത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ആ ഒരു തൊപ്പയൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കാം. അങ്ങനെ നമ്മൾ അതും കളഞ്ഞ് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു റിങ്ങും അതേപോലെ തന്നെ ഇതുപോലത്തെ ഒരു കഷ്ണം ആവശ്യമാണ്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലെ തൊപ്പൊക്കെ ഒന്ന് കളഞ്ഞൊന്ന് മിക്സിപ്പെടുത്തി എടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ സൈഡ് കാര്യങ്ങളൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് ഒന്ന് വട്ടത്തിലാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിൽ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ച് വയ്ക്കാം. അത് നമ്മൾ ഒട്ടിച്ച് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് പതുക്കെ ഇതിങ്ങനെ തലകുത്തനെ പിടിച്ചിട്ട് ഇനി നമുക്ക് ഫ്ലഷ് കുക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ശേഷം നമുക്കതിൻ്റെ ആ എഡ്ജ് ഒന്ന് പൊട്ടിയിട്ടിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനായിട്ട് നമ്മൾ വൈറ്റ് അക്രലിക് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ നമുക്ക് വൈറ്റ് അക്രലിക് പെയിൻറ്റ് ഇത് മൊത്തമായിട്ടൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ മുഴുവനായിട്ടും വൈറ്റ് കളറ് അക്രലിക് പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാക്ക് കളർ അക്രലിക് പെയിൻ്റ് കൊണ്ട് ഇതിൻ്റെ ഈ ഒരു ശിരസിൽ വരുന്ന ഈ ഒരു ഡിസൈനിൻ്റെ എൻഡ് ഭാഗത്തായിട്ട് നമുക്ക് ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ അതേപോലെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു ലൈന് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് വെറൈറ്റി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഇനി നമ്മുടെ ഹലോയിൻ ഗോസ്റ്റിന് നല്ല 2 കണ്ണുകളും അതേപോലെ ഭയാനകമായിട്ടുള്ള ആ ഒരു വായും നമുക്ക് വരച്ചു കൊടുക്കാം. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഹലോയിൻ ഗോസ്റ്റ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ. ഇനി നമ്മുടെ ഹലോയിൻ ഗോസ്റ്റ് ഇരിക്കുന്ന ആ ഒരു സ്റ്റാൻഡിന് ബ്ലാക്ക് കളർ അക്രലിക് പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി. നമ്മുടെ ഹലോയിൻ ഗോസ്റ്റിൻ്റെ ശിരസിൽ നമ്മൾ മണ്ണ് നിറച്ചിട്ട് മണി പ്ലാന്റ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തതാണ്. അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഒരു ഇരുട്ടുള്ള മുറിയിൽ പെട്ടെന്ന് നമ്മൾ ഈ ഒരു ഗോസ്റ്റിനെ കാണുമ്പോൾ ആരായാലും ഒന്ന് പേടിച്ചു പോകട്ടോ. ഒരു വെറൈറ്റി ഐറ്റായില്ലേ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.